അയ്യപ്പന്റെ ശബരിമല അയ്യപ്പന്റെ ഈ സ്വർണ്ണപ്പാളികൾ അവിടേക്ക് എത്തിയിട്ടുണ്ടോ, ഈ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് വിജിലൻസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഈ ഒരൊറ്റ ലിങ്കിൽ നിന്ന് വിജിലൻസിന് വളരെ വിചാരിച്ചിരിക്കാതെ കിട്ടിയ ഒരൊറ്റ ലിങ്കിൽ നിന്ന് പുറത്തു വരുന്ന ഗൂഢാലോചനകളുടെ വലിയൊരു ലോകം തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അമ്പലത്തിൽ ഇത് സൂക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ വാർത്തകളിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ അടക്കമുള്ളവ അവിടെയുള്ളവർക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? മധു, നമ്മളിപ്പോൾ ഉള്ളത് ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലാണ്. ഇതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശാന്തി ചെയ്തിരുന്ന ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രം. ഏതായാലും നേരത്തെ നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് ചില ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു, ദേവസ്വം ഭാരവാഹികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തെ ഇവിടെ നിന്ന് ചില പ്രശ്നങ്ങളെ തുടർന്ന് മാറ്റിയതാണ് എന്നുള്ളതാണ് ദേവസ്വം സെക്രട്ടറിയും അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികളും പറയുന്നത്. ഏതായാലും എന്താണ് കാരണം എന്നത് സംബന്ധിച്ച് അവർ ഇതുവരെ വ്യക്തമായ ഒരു മറുപടി നൽകിയില്ല. ഒരുപക്ഷെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഏതാണ്ട് 30 വർഷം മുൻപാണ് ഈ സംഭവങ്ങൾ നടന്നതെന്നും അവർ പറയുന്നു. ഈ 1990-95 കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ ക്ഷേത്രത്തിൽ പൂജാരിയായിട്ട് ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും 30 വർഷം മുൻപ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഈ പൂജാരി സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നും പറയുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് തൊട്ട് അപ്പുറത്ത് തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനായി ശ്രമിച്ചിരുന്നു. ഏതായാലും പ്രതികരിക്കാനില്ല. കോടതിയുടെ പരിഗണനയിലാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നത്. അതായത് വലിയ തോതിലുള്ള വേട്ടയാടൽ നടക്കുന്നുണ്ട് കുടുംബത്തിനെതിരെ. ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ വിഷയങ്ങളെല്ലാം കോടതിയുടെ പരിഗണനയിലായതിനാൽ തന്നെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പ്രതികരിക്കാനില്ല എന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മകനും നമ്മോട് പറഞ്ഞിരുന്നു. എന്നാൽ അവർ ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് സംസാരിക്കാൻ തയ്യാറായതുമില്ല. ഏതായാലും വലിയ തോതിലുള്ള ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ശ്രീരാംപുര ക്ഷേത്രത്തിൻ്റെ പേര് വന്ന പോർട്ടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഇനി ക്ഷേത്രം അധികൃതരോട് ചോദിച്ചറിയേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ അവരൊന്നും ഇവിടെ ഈ സ്ഥലത്തില്ല. ക്ഷേത്രം അടച്ച സമയമാണ്. ഏതായാലും അവർ ചിലരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ ഒരു പ്രതികരണം ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആത്മീയ വ്യാപാരം നടന്നതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ നിന്ന് പുറത്താക്കിയ ശേഷം ശബരിമലയിൽ അദ്ദേഹം പരികർമ്മിയായി പോയി. അങ്ങനെ ശബരിമലയുടെ പേരിൽ ഇവിടെ മറ്റ് ബാംഗ്ലൂരു വ്യവസായികളെയൊക്കെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് അവിടെ മറ്റ് പൂജകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് കഴിയുകയായിരുന്നു എന്നാണ് ഈ ക്ഷേത്രം അധികൃതരിൽ നിന്ന് മനസ്സിലാവുന്നത്. നിലവിലേതായാലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആയിരുന്ന സമയമാണല്ലോ ഈ 10-30 വർഷങ്ങൾ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ചില പ്രശ്നങ്ങളുടെ പേരിൽ പുറത്താക്കപ്പെട്ട ഒരാൾക്ക് 2019 ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഈ വാർത്തയിൽ പറയുന്നത് പോലെ, ഈ ഓൺലൈൻ പോർട്ടലിന്റെ വാർത്തയിൽ പറയുന്നത് പോലെ ശബരിമല അയ്യപ്പന്റെ ഇങ്ങനെ ഒരു കാര്യം ഇവിടേക്ക് കൊണ്ടുവരുന്നു. അവിടെ ഇങ്ങനെ ഒരു കഥ വിശ്വസനീയമായി അവിടെ ഫലിപ്പിക്കാൻ കഴിയുമോ? സ്വാഭാവികമായിട്ട് അതൊരു ചോദ്യം തന്നെയാണ് മധു. അങ്ങനെ ഇവിടെ നിന്ന് പുറത്താക്കിയ ഒരാൾക്ക് എങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് ഒരു സ്വീകരണ പരിപാടിയൊക്കെ ആയിട്ട് വരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യമാണ്. പക്ഷേ നമ്മൾ ഈ ക്ഷേത്രങ്ങളിലേക്ക് ഒരു കാര്യമെടുത്താൽ ഈ ക്ഷേത്രത്തിലേക്ക് സംഭാവനയും മറ്റു കാര്യങ്ങളൊക്കെ നൽകുന്ന ആളുകളെ ഒരിക്കലും ഈ ക്ഷേത്രം അധികൃതർ പിണക്കാറില്ല. അല്ലെങ്കിൽ ക്ഷേത്രമാവട്ടെ ഏത് ആത്മീയ കേന്ദ്രമാവട്ടെ സംഭാവനകളുമായി ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഈ വാർത്തയിൽ പറയുന്ന പ്രകാരം ഈ വിനീത് ജെയിൻ എന്നുള്ള വ്യക്തി, ആ വ്യക്തിക്ക് അദ്ദേഹവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്പോൺസറുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുത്തതാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഏതായാലും ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് ഈ ക്ഷേത്രത്തിലെ സെക്രട്ടറിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഭാരവാഹികളാണ്. ഏതായാലും വൈകാതെ തന്നെ അവരുടെ ഒരു പ്രതികരണം ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2019 സെപ്റ്റംബർ 14 തീയതി ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടന്നിട്ടുണ്ടോ, ശബരിമലയിലെ പാളികൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ ഒരു വ്യക്തത വരും. ക്ഷേത്രം അധികൃതരുടെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീധരൻ, അവരെ ആരെങ്കിലും സംസാരിക്കാനായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? അവർ എന്തെങ്കിലും തരത്തിലുള്ള മറുപടി ഏതെങ്കിലും ഒരു സമയത്ത് നൽകാം എന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടില്ല. ഈ ക്ഷേത്രം സെക്രട്ടറിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങൾ പറയാനില്ല
ഇവിടെ ചില പ്രശ്നങ്ങളുടെ പേരിലാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റിയത്. ആ പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കാനില്ല എന്നാണ് നിലവിലെ സെക്രട്ടറി അന്ന്, അതായത് ഈ പറഞ്ഞ ഈ സ്വർണ്ണപ്പാളി ഇവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്ന ഡേറ്റിൽ അന്നത്തെ സെക്രട്ടറി ആണോ അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതായാലും ആ വിഷയത്തിൽ അവരുടെ ഭാഗത്തു നിന്നാണ് ഒരു പ്രതികരണം ഉണ്ടാകേണ്ടതുള്ളത്. ഏതായാലും അവരുമായി നമ്മൾ ബന്ധപ്പെട്ട് വരികയാണ്. വൈകാതെ തന്നെ അക്കാര്യത്തിൽ ഒരു പ്രതികരണം ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കെ ബി ശ്രീധരനാണ് ശ്രീരാംപുര അമ്പലത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.